ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ ചെയ്തത് ശരിയും ഞാൻ വിശ്വസിച്ചത് തെറ്റുമായി. തെറ്റായിട്ട് ഒന്നും എന്റെ കണ്ണിൽ ഞാൻ അതുവരെ കണ്ടില്ല. അയാൾ എന്നെ കാണിച്ചില്ല. അക്കാര്യത്തിൽ അമ്മയുടെ മുമ്പ് എടുക്കണം. നിന്നെ നാണം കെടുത്തിയതിന്, നിന്നെ ദ്രോഹിച്ചതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും നിനക്ക് വിധിക്കാം. ഞാനതൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ, ഒരുപാട്. എനിക്ക് വേണ്ടാത്ത ഡിവോഴ്സ് അമ്മ പിടിച്ചു വാങ്ങിക്കുന്ന എന്തിനാ? ഒരുപാട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്നെ കൊണ്ട് വേറെ ഒരു മാർഗവും ഇല്ല. പക്ഷെ നിന്നെ അവന് കൊല്ലാനായി എറിഞ്ഞു കൊടുക്കില്ല എന്നത് എന്റെ തീരുമാനമാണ്. അമ്മ പറയുന്നത് പോലെ ജീവൻ തെറ്റുകാരനാണെന്ന് അമ്മ എനിക്ക് കാണിച്ചതാ. നിന്നോടതില് ഒപ്പിടാനാ ഞാൻ പറഞ്ഞത്. ഇല്ല, പിരിയാനുള്ള കാര്യം വ്യക്തമായി ബോധ്യപ്പെടാതെ ഞാൻ ഒപ്പിടില്ല, ഒപ്പിടില്ല, ഒപ്പിടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നീ നദിയിലൊഴുക്കി വിട്ട റീനയുടെ ജഡമുണ്ടല്ലോ, ഇടത്തുരുത്തി എന്നൊരു സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെത്തി. വാഴകൊണ്ട് என்னம்மா யாருமே பேசாம ஒரே இருப்பு. சார், நீங்களாவது ஏதாவது சொல்லுங்க சார். ശരവണ, അവൻ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു തടസ്സമായിരുന്നു. അവൻ നമ്മുടെ ഇടയിൽ നിന്നൊക്കെ പോകേണ്ടത് അനിവാര്യമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു കാഴ്ച ഒട്ടും പ്രതീക്ഷിച്ചില്ല. മുൻപ് അവനെ ഇതേ കേസിൽ പോലീസ് അന്വേഷിച്ചു വന്നപ്പോഴും അവൻ തെറ്റ് ചെയ്തിരിക്കില്ല എന്ന് കരുതിയിരുന്നു ഞാൻ. സാർ, അവർക്ക് யாரைப்பற்றி ஒரு நினைப்பும் இல்லை சார். எல்லாவரையும் கொல்லணும், யாரும் சிரிக்கவே கூடாது, அப்படிதான் இருக்கு. സുജാതെ, എല്ലാം പോട്ടെ, സമാധാനിക്കെന്ന് പറയാൻ എളുപ്പമാണ് രഘുവേട്ട. പക്ഷെ എളുപ്പമല്ല. ഞാൻ മുൻപേ പറയില്ലേ, അവന്റെ വായിൽ നിന്നൊരു വാക്ക് തെറ്റി വീഴുമ്പോ, അവന്റെ പ്രവൃത്തിയിൽ ഒരു ദോഷം കാണുമ്പോ അമ്മ എന്ന നിലയ്ക്ക് ഞാൻ തോറ്റു പോവാണെന്ന്. അത് പരിപൂർണമായ ദിവസമാണെന്ന് ഒരു കണക്കിന് പറഞ്ഞ അവന്റെ അമ്മയെ കൊന്ന ദിവസമാണ്. എടോ, താനിങ്ങനെ വിഷമിക്കാതെ. നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാം. ഇനിയെങ്കിലും നമുക്കൊന്ന് സ്വസ്ഥമായിട്ട് ജീവിച്ചു തുടങ്ങാം. ഉറങ്ങാൻ കിടന്നാൽ പോലും ഉറക്കം കിട്ടാതെ, കഴിക്കാൻ മുന്നിലെടുത്തു വെക്കുന്നത് അതിന്റെ രുചി പോലും അറിയാതെ, ഏതോ ഭൂതത്താൻ കഥയിലെ നമ്മളെ പേടിപ്പിച്ചൊരു ഭൂതം അത് അതിന്റെ വഴിക്ക് പോയി. അങ്ങനെ വേണോ നീ കരുതാൻ? രഘുവേട്ട, കാത്തിരുന്ന് ജ്യോതിയുടെ കാര്യത്തില് നല്ലത് സംഭവിച്ച ദിവസമാണ്. അവരുടെയൊക്കെ മുമ്പിൽ വെച്ചാ ഇത് നടന്നത്. മനുവിന്റെ കുടുംബം എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അവരിതൊക്കെ സഹിക്കുമോ? കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന രണ്ടുപേർ അവിടെയുണ്ട്, സാറേ മനും. അതൊക്കെ അവര് പറഞ്ഞോളും. അമ്മ,
நித்யாம எப்படி இருக்குன்னு தெரியாது. சென்று பாருங்கம்மா. ചെല്ലു സുജാത. ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തിരിക്കുന്നത് അവരെയല്ലേ? താനൊന്ന് ചെന്ന് അവരുടെ അടുത്തിരിക്കും. രഘുവേട്ടൻ കുറച്ചു കഴിഞ്ഞിട്ട് മനുവിനെ ഒന്ന് വിളിക്കണം, ഒന്ന് സംസാരിക്കണം, കേട്ടല്ലോ? ശരി, താൻ ചെല്ല്. സാർ, എല്ലാമേ കൈവിട്ട് പോയിടുச்சு സാർ. സുജാത അമ്മയുടെ ധൈര്യവും നിത്യാമ്മയുടെ ധൈര്യവും എല്ലാമേ പോയിടുச்சு സാർ. ഇനി നീങ്ക വേണം സാർ അവർക്ക് ധൈര്യം കൊടുക്കാൻ. അമ്മ കരുതിയോ ഞാനിവിടെ ഇരുന്ന് കരയാണെന്ന്? അതോർത്ത് കരയില്ലമ്മേ. അതെന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു വലിയ പാഠമാണ്. ദൈവം എന്റെ കൺമുന്നിൽ കാണിച്ചു തന്ന പാഠം. വഴി തെറ്റി നടന്ന ഒരാളെ വീണ്ടും വിശ്വസിച്ചു. അയാൾക്കൊരു മാറ്റവും ഇല്ലെന്ന് കാണിച്ചു തന്നു. അതെല്ലാം അറിയാവുന്നതുകൊണ്ടാ അമ്മ ഈ വാശി പിടിച്ചതൊക്കെ. നീ അവനെ അന്ധമായി വിശ്വസിച്ചിരുന്നതുകൊണ്ടാ നിന്നോട് അമ്മ വഴക്കിട്ടത്. മോളെ എനിക്ക് തല്ലേണ്ടി വന്നത്. ഈ അമ്മയോട് മോള് പൊറുക്കണം. സാരമില്ലമ്മേ. അമ്മ ചെയ്തത് ശരിയും ഞാൻ വിശ്വസിച്ചത് തെറ്റുമായി. തെറ്റായിട്ട് ഒന്നും എന്റെ കണ്ണിൽ ഞാൻ അതുവരെ കണ്ടില്ല. അയാൾ എന്നെ കാണിച്ചില്ല. അക്കാര്യത്തിൽ അമ്മയുടെ മുമ്പ് എടുക്കണം. പോട്ടെ മോളെ. അച്ഛനും ഞാനും കൂടെ അതേക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. 8 വർഷം അവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിരുന്നു, പരസ്പര ധാരണയുണ്ടായിരുന്നു. ഇനി അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം. എന്നേക്കുമായിട്ട് അവൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി. മധുരനും